ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു മസലയാണ്. നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി, ചാറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്സപ്പാണ്. അതുപോലെ മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, ഇങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷനുകളിൽ നമ്മൾ സലാം പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഗ്രൂപ്പുകളിലേക്ക് സലാം പറയാറുണ്ട്. അതുപോലെ സലാം എഴുതി അയക്കാറുണ്ട്, സലാമിന്റെ സ്റ്റിക്കർ അയക്കാറുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള സലാമുകൾ നമ്മൾ കാണാറുണ്ട്. സാധാരണ സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ്, അല്ലെ? അപ്പൊ ഇതുപോലെ സലാം പറഞ്ഞാൽ പറയുന്ന ആൾക്ക് സുന്നത്തിന്റെയും മടക്കുന്ന ആളുകൾക്ക് നിർബന്ധ ഒരു ഫർള് ചെയ്തതിന്റെയും കൂലി കിട്ടുമോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന രൂപത്തിൽ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ, അതിന് വോയിസ് മെസ്സേജ് ഇങ്ങോട്ട് അയക്കുമ്പോൾ അത് സാധാരണ നമ്മൾ സലാം പറയുന്ന രൂപത്തിലായി. നമ്മളൊരു ഗ്രൂപ്പിലേക്കാണ് സലാം പറയുന്നതെങ്കിലോ, ഒരു ഗ്രൂപ്പിലേക്ക് സലാം പറയുമ്പോൾ അതിൽ നിന്ന് ഒരാളെങ്കിലും ഇങ്ങോട്ട് സലാം മടക്കിയിരിക്കണം. കാരണം ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും, അല്ലെ? ആ ഗ്രൂപ്പിനെ നമ്മൾ ഒരു ആൾക്കൂട്ടമായി സങ്കല്പിക്കുക. ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഒരാൾ പോയി സലാം പറഞ്ഞാൽ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും സലാം മടക്കിയിരിക്കണം. അല്ലെങ്കിൽ ആ ആളുകൾ മൊത്തം കുറ്റക്കാരാകും. അത് ഫർള് കിഫായുടെ എണ്ണത്തിലാണ് പെടുത്തിയത്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫർള് കിഫ എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അംഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ സലാം പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ നിർബന്ധമായും മടക്കിയിരിക്കണം. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും കുറ്റക്കാരാകും. ഒരാൾ മടക്കിയാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. എന്നാൽ ഒരാൾ മടക്കിയത് കൊണ്ട് എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടുമോ? അത് കിട്ടൂല. കൂലി മടക്കിയ ആളുകൾക്കേ കിട്ടുള്ളൂ, പക്ഷെ നമുക്ക് കുറ്റം കിട്ടൂല. ആരും മടക്കിയില്ലെങ്കിൽ കുറ്റം കിട്ടും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരാൾ സലാം എഴുതി അയച്ചു, എന്നാൽ അയാൾക്ക് സലാം പറഞ്ഞതിന്റെ സുന്നത്തിന്റെ കൂലി കിട്ടുമോ? അതിന്റെ മടക്കേണ്ട രൂപ എങ്ങനെയാണ്? ഒരാൾ സലാം എഴുതി അയക്കുമ്പോ അയാൾ പറഞ്ഞുകൊണ്ട് എഴുതി അയക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് സുന്നത്തിന്റെ കൂലി കിട്ടുള്ളൂ. ഈ എഴുതി അയച്ച സലാമിനെ മടക്കുമ്പോ നമ്മൾ വാക്കുകൊണ്ട് തന്നെ മടക്കണം. വഅലൈക്കും അസ്സലാം എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ മടക്കണം. എന്നിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിനു വേണ്ടി നമ്മൾ തിരിച്ച് എഴുതിയിട്ട് അയക്കാം, വഅലൈക്കും അസ്സലാം എന്ന്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ പറയാതെ എഴുതി അയച്ചാൽ അതിന് സുന്നത്തിന്റെ കൂലിയും കിട്ടൂല. പറയാതെ മടക്കുന്ന രൂപത്തിൽ എഴുതി അയച്ചാൽ അതിന് മടക്കിയ കൂലിയും കിട്ടൂല. ചില രസകരമായ സലാമെല്ലാം കാണാറുണ്ട് ചിലപ്പോ. എന്താണെന്നറിയോ? ഇംഗ്ലീഷില് എ എന്ന് എഴുതും, എന്നിട്ട് ഒരു ബാറ് സലാം. എന്താണെന്നറിയോ? അസ്സലാമു അലൈക്കും എന്നാണ്. അതിന് മടക്കുകയും ചെയ്യും ചിലപ്പോ ഡബ്ല്യു ബാർ സലാം, വലൈക്കും സലാം. എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? അതിനൊന്നും ഒരു സുന്നത്തും ഒരു ഫർളും കിട്ടൂല. അതുപോലെ തന്നെ വേറൊന്ന് പറയാനുള്ളതാണ് സ്റ്റിക്കറുകൾ. കാണാൻ വളരെ മനോഹരമായ ലിപികളിൽ എഴുതിയിട്ടുള്ള സലാമുകൾ സ്റ്റിക്കറുകളായിട്ട് ഒരുപാട് നമുക്ക് ഇന്ന് കിട്ടാനുണ്ട്. അത് മലയാളത്തിലായാലും അറബിയിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ ഇന്ന് സ്റ്റിക്കറുകളുണ്ട്. അപ്പോ കിട്ടുമ്പോ ഫസ്റ്റ് തന്നെ സ്റ്റിക്കർ അങ്ങോട്ട് ഇട്ട് കൊടുക്കലാം. അതിന് ഇങ്ങോട്ട് സ്റ്റിക്കറും വരിക, പല തരത്തിലുള്ള സ്റ്റിക്കറുകൾ നിങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ തന്നെ സ്റ്റിക്കറാണ്. ആരെങ്കിലും ഒരാൾ ചിരിക്കാതിരിക്കാൻ വയ്യ. കാരണം ആരെങ്കിലും ഒരാൾ സങ്കടത്തോടു കൂടി ഒരു മരണ വാർത്ത അറിയിക്കുകയായിരിക്കും. ആ അറിയിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷമാക്കി കൊടുക്കട്ടെ, അങ്ങനെ പലതും പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറുകൾ ഇങ്ങനെ വാരി വിതറുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് അൽ അദ്കാർ. ആ അദ്കാർ എന്ന് പറയുന്ന കിതാബിന്റെ 35-ാമത്തെ പേജിൽ ഈ കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. ഇഅ്ലം, നീ അറിയുക,
അന്നൽ അദ്കാർ അൽ മശ്റൂഅത്തി എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ലഫ്ളുകൾ, അതിന്റെ ആകത്തുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിസ്കാരത്തിലോ നിസ്കാരം അല്ലാത്ത സമയത്തിലോ നിർബന്ധമായതോ സുന്നത്തായതോ ഏത് തരത്തിലുള്ള ദിക്റുകളും വായ കൊണ്ട് മൊഴിയാതെ, അതായത് സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിലെങ്കിലും മൊഴിയാതെ ഒരു ദിക്റുകളും എണ്ണപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല, അതിന് സുന്നത്ത് ലഭിക്കൂല, വാജിബാണെങ്കിൽ അതിന്റെ വാജിബ് ഫർള് കിട്ടൂല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരം അല്ലാത്തതിലാണെങ്കിലും, ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും, ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും എന്ന് പറയുമ്പോൾ സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കല് നിർബന്ധമാണ്. ഇനി ഏത് തരത്തിലുള്ള ദിക്റുകളാണെങ്കിലും സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞില്ല എങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടൂല, അത് പരിഗണിക്കൂല, അത് എണ്ണപ്പെടൂല എന്നുള്ളതാണ് അതിൽ പറയുന്നുള്ളത്. അത് വളരെ വ്യക്തമായില്ലേ? ഇനി ഇതുപോലുള്ള സലാമുകളുടെയും മറ്റും സ്റ്റിക്കറുകൾ, അതുപോലെ എഴുതി അയക്കല്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എവിടെയാണെന്നറിയോ? നമ്മളോട് ഒരാൾ സലാം പറഞ്ഞു, ആ സലാമിനെ നമ്മൾ വാക്കുകൊണ്ട് തന്നെ മടക്കി, എന്നിട്ട് നിന്റെ സലാമിനെ ഞാൻ മടക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കുകയോ എഴുതി അയക്കുകയോ ചെയ്യാം. ഏതുപോലെ? വാഹനത്തിൽ പോകുന്ന ഒരാള് വഴിയരികിൽ നിൽക്കുന്ന ഒരാളോട് സലാം പറഞ്ഞു. അങ്ങനെ സലാം പറഞ്ഞാൽ സലാം മടക്കുകയും ഞാൻ മടക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൈകൊണ്ടോ മറ്റോ ഒന്ന് ഇഷാറത്ത് ചെയ്യലും നല്ലതാണ്. ഞാൻ മടക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി. കാരണം വാഹനത്തിൽ പോകുന്നതായതുകൊണ്ട് നമ്മൾ മടക്കുന്നത് അദ്ദേഹം കേട്ടുകൊള്ളണം എന്നില്ല. പക്ഷെ മടക്കല്, വാക്കുകൊണ്ട് തന്നെ മടക്കല് നമ്മളെ മേൽ നിർബന്ധമാണ്. എന്നിട്ട് മടക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൈകൊണ്ടൊന്ന് ഇഷാറത്ത് ചെയ്യലും നല്ലതാണ്. ഇനി വേറൊരു സലാം നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മളൊരു ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഗ്രൂപ്പിൽ സലാം പറഞ്ഞ എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള ഇങ്ങനെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മളും ചിലപ്പോൾ പറയുന്നവരുണ്ടാവാം. എങ്കിൽ അവിടെ അതുപോലെ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഗ്രൂപ്പിൽ കയറുമ്പോൾ ആ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മള് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അതേ സലാമോട് കൂടെ മുമ്പിൽ സലാം പറഞ്ഞ ആളുകളുടെ സലാം മടക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലെ? ആ പറയുന്നത് നമ്മൾ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണ്. ആ സമയത്ത് മുമ്പ് സലാം പറഞ്ഞ ആളുകളുടെ സലാം ഞാൻ മടക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. കരുതിയിട്ട് അസ്സലാമു അലൈക്കും മാത്രം പറഞ്ഞാൽ മതി. മുമ്പ് പറഞ്ഞ ആൾക്ക് ഞാൻ മടക്കുന്നു അലൈക്കും അസ്സലാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മ സലാം പറയുമല്ലോ, അതിന്റെ കൂടെ മുമ്പ് പറഞ്ഞ ആളുകളുടെ സലാം ഞാൻ മടക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ തന്നെ മുമ്പുള്ള ആളുകളുടെ മടക്കലുമായി, നമ്മൾ സലാം കൊണ്ട് തുടങ്ങലുമായി. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വലിയ ഒരു കിതാബുണ്ട്. ആ കിതാബില് സലാം പറയുന്നതിന്റെയും മടക്കുന്നതിന്റെയും ഒക്കെ വിഷയം ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഖാല ഫീ റദ്ദി, സലാം മടക്കുന്ന അവസരത്തിൽ പറഞ്ഞു അസ്സലാമു അലൈക്കും. എങ്ങനെ? സലാം മടക്കുന്ന അവസരത്തിൽ പറഞ്ഞു അസ്സലാമു അലൈക്കും. ജാസ, അനുവദനീയമാണ്. വഖഫ, മതിയാകുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ നമ്മൾ തുടങ്ങുന്നു എന്ന് കരുതിയിട്ടാണ് നമ്മൾ സലാം പറയുന്നത്. ആ സമയത്ത് തന്നെ മുമ്പ് സലാം പറഞ്ഞ ആളുകളുടെ സലാം മടക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. ഇത് രണ്ടിനും കൂടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സലാം പറഞ്ഞതിന്റെ കൂലിയായി, മടക്കിയതിന്റെ കൂലിയുമായി. ഇനി സലാം പറയേണ്ടത് എങ്ങനെയാണ്? അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മൾ പരസ്പരം കാണുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ സലാം പറയേണ്ടത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആളുകൾ ലഫ്ലുകൾ കൂട്ടി കൂട്ടി പറയുന്നുണ്ടാവും. ഉദാഹരണത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജന്നത്തുഹു വമഗ്ഫിറത്തുഹു വസലാമത്തുഹു, ഇങ്ങനെ നീട്ടി പറയുന്നുണ്ടാവും. അങ്ങനെ പറയൽ സുന്നത്താണ്, പ്രശ്നമില്ല. കൂട്ടി പറഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ എങ്ങനെയാണ് മടക്കേണ്ടത്? ഒരാൾ ഇങ്ങനെ ലഫ്ലുകൾ കൂട്ടിപ്പറഞ്ഞ സലാമിനെ അതേപോലെ കൂട്ടിയിട്ട് മടക്കണോ? അത് വേണ്ട. അലൈക്കും അസ്സലാം,
എല്ലാത്തിനും മതി. പിന്നെ അദ്ദേഹം കുറെ കൂട്ടിപ്പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും കൂട്ടിപ്പറയണ്ടേ എന്ന് സംശയിക്കണ്ട. അങ്ങനെ പറയണമെന്നില്ല. ഇനി കൂട്ടിപ്പറഞ്ഞാലോ അതിന്റെ കൂലി കിട്ടും, സുന്നത്താണ്. പക്ഷെ നിർബന്ധമില്ല. നിർബന്ധം വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നിർബന്ധം കഴിഞ്ഞ് നമുക്ക് ആ ഫർദിന്റെ കൂലി കിട്ടും. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ ഒരു മസ്അല എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പഠിക്കട്ടെ. അല്ലാഹു തആല ഈമാനോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.